അപ്പോൾ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് പോലീസ് ഒന്ന് പിടിച്ചു. വേറൊന്നുമല്ല, പെറ്റിയടിച്ചു ഒരു 500 രൂപ. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയാണ്, റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വാവ്, നോക്കൂ, ഇന്ത്യയുടെ ഫ്ലാഗ്, അപ്പുറത്ത് ബംഗ്ലാദേശിൻ്റെ ഫ്ലാഗ്. ഇതേ ഒരു കോട്ടയം കാഞ്ഞിരപ്പള്ളി രജിസ്ട്രേഷൻ വണ്ടി ഇതേ ഇവിടെ കിടക്കുന്നു. നമ്മുടെ ബംഗ്ലാദേശ് ബോർഡർ വെച്ച് കണ്ട പശുക്കളൊക്കെ നിൽക്കുന്ന കഴിക്ക്. ഒരു മിനി സ്വിറ്റ്സർലൻഡ് ആണല്ലോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ വെസ്റ്റ് ബംഗാൾ സിലിഗുരി, വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. നമ്മൾ പോകുന്നത് ഫലക്കട്ട, ഭൂട്ടാൻ, ആ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് പോലീസ് ഒന്ന് പിടിച്ചു. വേറൊന്നുമല്ല, പെറ്റിയടിച്ചു ഒരു 500 രൂപ. ഹെഡ്ഫോൺ വെച്ചതിന്. അപ്പം നല്ല സമീപനമായിരുന്നു പോലീസുകാർ. അവർ പറഞ്ഞത് ടൗണിലൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ ഹൈവേസൊക്കെ ഓടിക്കുമ്പം കുഴപ്പമില്ല, വെക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ടൗണിൽ പ്രത്യേകിച്ച് വെക്കരുത് എന്ന് പറഞ്ഞ് വിട്ടു. 500 രൂപ ഒരു പെനാൽറ്റി തന്നു. എനിവേ പിന്നെ അത് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ടൗണുകളിലെ ട്രാഫിക്കിൽ ഹെഡ്ഫോണ് നമ്മൾ വെക്കാതിരിക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഇന്ന് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഡേയ്സ് ആണ്. സിലിഗുരി ഏരിയ എന്ന സിലിഗുരി ഒരു മെയിൻ ജംഗ്ഷനാണ്. നല്ലൊരു ഇച്ചിരി ഹൈഫൈ ടൗണാണ്. നമുക്കെല്ലാം അവൈലബിൾ ആണ്. റൂംസ്, ഫുഡ് ചെയിൻസ് എല്ലാം, നമുക്ക് എയർപോർട്ടുണ്ട്, എല്ലാം അവൈലബിളാണ്. സോ ഇന്ന് ഇവിടുന്ന് നമുക്ക് ഇത് ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റ് ആണ്. അതുപോലെ നമുക്ക് സിക്കിം പോകാൻ, നേപ്പാൾ, ഭൂട്ടാൻ എല്ലാം ഒരു INB ട്രിപ്പിനൊക്കെ പറ്റിയ ഒരു ജംഗ്ഷനാണ് ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകൾ അവൈലബിൾ ആണ് എല്ലാ കൺട്രിയിലോട്ടും. അതുപോലെ ട്രെയിൻ ബോർഡറുകളിലേക്ക് പണിട്ടങ്ടാണ് ഈ നമ്മുടെ നേപ്പാൾ ബോർഡറൊക്കെ. പണിട്ടങ് എന്ന് പറയുന്ന സ്ഥലം. So guys, stay tuned with us for the further updates. ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഇപ്പം ഇതാണ് സിലിഗുരി ടൗണ്. ഇത് ആക്ച്വലി ഒരു ഡിസ്ട്രിക്ട് ഹെഡ് അല്ല. ഇപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഇടുക്കി എന്ന് പറയുന്നൊരു സ്ഥലം വളരെ ചെറിയൊരു സ്ഥലമല്ല എന്ന് പറഞ്ഞ പോലെ ആണെന്ന് തോന്നുന്നു. ഇപ്പം ഡാർജിലിംഗ് ഇത്രയും വലിയ ഒരു ടൗൺ ആണോന്ന് അറിയത്തില്ല. ഇടുക്കിയിൽ നമ്മുടെ കട്ടപ്പന, തൊടുപുഴയൊക്കെ ബിഗ് ടൗൺസ് അല്ലേ, അതുപോലെ അല്ലല്ലോ ഇടുക്കി എന്ന് പറയുന്ന ചെറിയൊരു ജംഗ്ഷൻ അല്ലേ എന്ന് പറഞ്ഞ പോലാണെന്ന് വിചാരിക്കുന്നു. ഇത് വലിയൊരു ടൗണാണ്. സിലിഗുരിയുടെ പേരിലല്ല ശരിക്കും ഡിസ്ട്രിക്റ്റ് അറിയപ്പെടുന്നത് ഡാർജിലിംഗ് എന്നാ. ശരിക്കും ഇതൊരു ഹൈ റേഞ്ചിന്റെ കവാടം പോലെയാണ് സിലിഗുരി. ഇവിടുന്ന് പിന്നെ അങ്ങ് ഹിൽ റോഡാ, ഗാറ്റ് റോഡ്സ് ആണ് മേലോട്ട് വരുമ്പോ. അടിയിലൊക്കെ ഒരുപാട് വീടുകൾ ഉണ്ട്. ഇവിടെ എല്ലാം സ്ക്രാപ്പ് കടകളാണ്. നോക്കി, കണ്ടിന്യൂസ് ഉള്ള നിരന്ന സ്ക്രാപ്പ് കടകളാണ്. സർവീസ് സെന്റർ ഉണ്ടായിരുന്നു അല്ലേ. ടൗൺസ് ഒക്കെ കാണും. നല്ല ഒരുവിധം നീറ്റ് ടൗണാണ് വെസ്റ്റ് ബംഗാൾ. അവിടെ പുറകിൽ ഇച്ചിരി കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നു. പിന്നെ ഏതൊരു സെൻട്രൽ പോയിന്റിലേക്ക് റെയിൽവേ സ്റ്റേഷൻ, മാർക്കറ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ എല്ലായിടത്തും ഒരു ഓർഗനൈസ്ഡ് അല്ലാത്തൊരു അവസ്ഥയായിരിക്കും. പക്ഷെ ടൗണൊക്കെ മാറി കഴിയുമ്പോൾ കണ്ടോ, സെപ്പറേറ്റ് 1 വേ ട്രാഫിക്, അതുപോലെ നല്ല വീതിയുള്ള 4 ലൈനാണ് ഇവിടുന്ന്. ടൗണൊക്കെ ആണെങ്കിൽ തന്നെ. ഇത് സ്ഥലം ടിൻബാറ്റി, സിലിഗുരിയിൽ നിന്ന് ജസ്റ്റ് അങ്ങ് വിട്ടതുള്ളൂ. ടിൻബാറ്റി എന്ന് പറയുന്ന സ്ഥലമാണ്. എല്ലാം ഒരു ടിബറ്റൻ ഒരു ടച്ചാ പേരുകൾക്കും ആളുകൾക്കും എല്ലാം. ഇപ്പം നമ്മൾ ടിൻബാറ്റി വഴി മൂവ് ചെയ്യുന്നു. എങ്ങോട്ടേക്ക്? ഫലക്കട്ട എന്ന് പറയുമ്പം ഫലക്കട്ട അത് നമ്മുടെ ഇത് ഭൂട്ടാൻ ഡയറക്ഷനാണ് ഈ റോഡ്. ഇവിടെയൊക്കെ ഇച്ചിരിയും കൂടെ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു റൂൾസ് ഒക്കെ. നമ്മളെ ഇപ്പൊ കണ്ടില്ല, പെറ്റി അടിച്ചത്, എല്ലാവരുടെയും തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. നമ്മുടെ വാഹനങ്ങൾക്ക് ഫിലിം ഒട്ടിക്കുന്ന കാര്യം ഇവിടെ പിടിക്കുന്നുണ്ട് കേട്ടോ. ആ, നമ്മുടെ കേരളത്തിലെ പെർമിറ്റഡ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പോലീസ് ചോദിച്ചു, അതിന് പെനാൽറ്റി ഒന്നും തന്നില്ല, പക്ഷെ അവര് ഫിലിമിന്റെ കാര്യം ചോദിച്ചു. ഇത് ഫുൽബാരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഫുൽബാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയോട് അടുത്ത് കിടക്കുന്ന ഒരു ടൗണാണ്. എന്നാൽ ബംഗ്ലാദേശുമായിട്ട് വളരെ ക്ലോസ് ടു 2 കിലോമീറ്ററേ ഉള്ളൂ.
ഇപ്പം മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും റൈറ്റ് സൈഡിൽ അത് അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നത് കാണാമേ. ബംഗ്ലാദേശ് 2 കിലോമീറ്റർ. അതെ അതെ, ഫലക്കട്ടയിലോട്ട് പോകാൻ പോയി നമ്മള് ബംഗ്ലാദേശ് 2 കിലോമീറ്റേഴ്സ് എന്ന് കണ്ടിട്ട് നമ്മൾ നമ്മുടെ ഇത് ഡൈവേർട്ട് ചെയ്യും. കാണാവോ? യെസ്, ബംഗ്ലാദേശ് 2 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ റൈറ്റ് എടുത്താലും ബംഗ്ലാദേശിന് വിസ വേണം. ബംഗ്ലാദേശ് ക്രോസ് ചെയ്യാൻ പറ്റില്ല, ഒന്നും എടുക്കാത്തതൊക്കെ. അപ്പോൾ ഒന്ന് ബോർഡർ വരെ ഒന്ന് പോയി നോക്കാം, ബോർഡർ കാണാൻ പറ്റുമോ എങ്ങനെയാണെന്ന്. ഇതാ അവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ബംഗ്ലാദേശ് 2 കിലോമീറ്റർ. ഓ വാവ്. അങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് നമ്മളൊരു രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് എത്തുകയാണ്. ബി.പിയുടെ ട്രക്ക് കിടക്കുന്നതൊക്കെ ഭൂട്ടാൻ വണ്ടിയാ. ബി.പി ട്രക്സ് ഒക്കെ കിടക്കുന്നുണ്ട്. ബി.പി നേപ്പാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് പോസിബിളാ. ഐ ഗെസ് നോക്കുക, റോഡ് എൻ്റെ എത്തി കഴിയുമ്പം ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയാണ്. റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വാവ്, നോക്കൂ, ഇന്ത്യയുടെ ഫ്ലാഗ്, അപ്പുറത്ത് ബംഗ്ലാദേശിൻ്റെ ഫ്ലാഗ്. ദാറ്റ്സ് എ ഗ്രേറ്റ്. ഭൂട്ടാൻ വണ്ടികളെല്ലാം ഒരുപാട് ഇവിടെ കാണാം. വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കിയിട്ട് മുമ്പിലത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് വണ്ടി കൊണ്ടുപോകാം. ഇതുകൊണ്ട് ട്രക്കുകളെല്ലാം ഇട്ടിരിക്കുന്നത് എല്ലാം ബി.പി ഭൂട്ടാൻ ട്രക്കുകളാണ് കിടക്കുന്നത്. ഭൂട്ടാൻ വണ്ടികൾക്ക് ബംഗ്ലാദേശ് കയറാമെന്ന് തോന്നുന്നു. അതുപോലെ വെസ്റ്റ് ബംഗാൾ വണ്ടികളൊക്കെ ബോർഡറിൽ കിടപ്പുണ്ട്. ഇപ്പോൾ വിസ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വേറെ എന്തെങ്കിലും പെർമിറ്റിലൊക്കെ ആയിരിക്കും ട്രാൻസ്പോർട്ടേഷൻസ് നടക്കുന്നത്. ഇത് കണ്ടോ, ഇന്ത്യയുടെ അതിർത്തി, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓഫീസറുമായിട്ട് സംസാരിച്ചു. അവിടെ നമുക്ക് 3:30 ഇവിടെ ഒരു സാറ്റർഡേ ട്യൂസ്ഡേ പരേഡുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് പരേഡ് നടക്കുന്നുണ്ട്. പരേഡ് കാണാനായിട്ട് 3:30 നമുക്ക് പോവാം. അപ്പോൾ അതിന് പോകാൻ തീരുമാനിച്ചു. പിന്നെ അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ബംഗ്ലാദേശ് വണ്ടികൾ കയറി വരുന്നുണ്ടോ ഗുഡ്സുമായിട്ട്. അപ്പോൾ അത് വിസയിലൊന്നുമല്ല, പ്രോപ്പർ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഡോക്യുമെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. പിന്നെ അതുകൊണ്ട് അവിടെ പോലീസ് വണ്ടിയുടെ അടിവശം എല്ലാം കൃത്യമായിട്ട് മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് വളരെ ചെക്ക് ചെയ്ത് ഡ്രൈവറെ പുറത്തിറക്കി അവരുടെ ബക്കറ്റ് സാധനങ്ങളെല്ലാം പുറത്തിറക്കി അതിനകത്തെ സാധനങ്ങളൊക്കെ നോക്കി എന്തെങ്കിലും എക്സ്പ്ലോസീവ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ അതുമെല്ലാം നോക്കി അവരുടെ ബോഡി എല്ലാം ചെക്കപ്പൊക്കെ നടത്തി പ്രോപ്പർ അനലൈസിങ്ങിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പോകാനായിട്ട് ബൈ റോഡ് പോകാനായിട്ട് പറ്റില്ലെന്ന് പറഞ്ഞ് ബൈ ഫ്ലൈറ്റ് അങ്ങനെയുള്ള ഒരു ഓപ്ഷനെ ഒരു പറഞ്ഞതിനകത്തുനിന്ന് മനസ്സിലായതാ. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഡീറ്റെയിൽസ് പ്ലീസ് കമൻറ്റ്. സോ ഗെസ്, അതാണ് നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ബംഗ്ലാദേശ് ബോർഡർ. ഇപ്പോൾ ഒരു BSF ഉദ്യോഗസ്ഥയായിട്ട് നമ്മളിപ്പോൾ ഒരു ഓഫീസറായിട്ട് ഇപ്പോൾ സംസാരിച്ചു. പുള്ളിക്കാരത്തിയാണ് പറഞ്ഞ് 3:30 പരേഡുണ്ട്, അത് കാണാൻ വരാവുന്ന. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൊവ്വാഴ്ച നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് അതൊന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ ഇവിടെ കൊച്ചു കൊച്ചു കുറേ കടകളാണ്. ഇപ്പോൾ അവിടെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പം ഈ ട്രക്കുകളെല്ലാം കിടക്കുന്നത് ഈ പറയുന്ന പോലെ കാർപാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സംഭവം വെച്ചിട്ടാണ് ഈ ലോഡുകളെല്ലാം അവിടോട്ട് കൊണ്ടുപോകുന്നത്.
കല്ല് അതുപോലുള്ള സാധനങ്ങളൊക്കെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അതുപോലുള്ള. പിന്നെ അതിനകത്ത് ഈ ചകിരി പോലുള്ള സാധനങ്ങളൊക്കെ പല ഗുഡ്സും ഉണ്ട്. അപ്പോൾ ഈ വണ്ടികൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് ജസ്റ്റ് അവർക്കൊരു പാസ് കൊടുക്കും. ആ പാസ് വെച്ച് അവരുടെ ഡെസ്റ്റിനേഷനിൽ പോയി ഇതൊക്കെ ബംഗ്ലാദേശ് വണ്ടിയാണേ. അതുപോലെ ഈ വണ്ടികൾ അങ്ങോട്ടും വരുന്നുണ്ട്. ഇതുണ്ട് ഈ റെഡ് ബോർഡ് കാണുന്നത്, ഇത് ഭൂട്ടാൻ വണ്ടിയാണ്. ഇപ്പോൾ ഭൂട്ടാൻ വണ്ടികളും ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഇന്ത്യ വഴി ക്രോസ് ചെയ്തിട്ടാണ് ഇതുവഴി സിലിഗുരി വഴി വന്ന് പോവാം. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസിന് അങ്ങോട്ട് പാസ് കിട്ടത്തില്ല. നമ്മൾ വിസ എടുത്ത് പോകേണ്ട വരും. ഇതൊക്കെ കൊമേഴ്ഷ്യൽ രാജ്യത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആവശ്യങ്ങളായതുകൊണ്ട് ഇതൊക്കെ ആ ഒരു പ്രത്യേക പെർമിഷനിൽ പോകുന്ന വണ്ടികളാണ്. അതൊക്കെ ഉണ്ടോ റെഡ് കളറിൽ BP നിട്ടിരിക്കുന്ന എല്ലാം ഭൂട്ടാൻ വണ്ടികളാണ്. അതുപോലെ ബംഗ്ലാദേശ് വണ്ടികൾ ഇങ്ങോട്ടും കയറി വരുന്നുണ്ട്. യെസ്, ഒരു കോട്ടയം കാഞ്ഞിരപ്പള്ളി രജിസ്ട്രേഷൻ വണ്ടി ഇത് ഇവിടെ കിടക്കുന്നു. നമ്മുടെ ബംഗ്ലാദേശ് ബോർഡർ വെച്ച് കണ്ട വാവ്. അങ്ങനെ നമ്മൾ നാടുകൾ പലതും താണ്ടി ഇതാ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തിയിരിക്കുകയാണ്. എന്നാ പറഞ്ഞു സബി, പോകാൻ പറ്റോ? അവിടെ പോകാൻ പറ്റത്തില്ല. വിസ നമുക്ക് എടുക്കണം ഒരാഴ്ച, ഇപ്പോൾ 1 മാസം വരെയൊക്കെ സമയം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞേ, ടൂറിസ്റ്റ് വിസ. ഈ വണ്ടികളൊക്കെ ഒരു പാസിൽ, കാർ പാസ് എന്ന് പറഞ്ഞൊരു പാസിലാണ് ക്രോസ് ചെയ്യുന്നത്. ഹായ്, ഇതാ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ബോർഡർ അഹെഡ്, അറ്റൻഷൻ 151 BN-BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഇവിടുത്തെ ഗാർഡിങ്. വണ്ടികളെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക. അവിടെയാണ് എല്ലാ ചെക്ക് പോയിന്റുകളും കഴിഞ്ഞതിന് ശേഷം വെരി ലാസ്റ്റ് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് BSF ഒരു ഉദ്യോഗസ്ഥൻ ഫൈനൽ ചെക്ക് പോയിൻ്റാണത്. അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ചെക്ക് പോസ്റ്റ് വഴി രണ്ടാമതൊരു ലാസ്റ്റ് ചെക്കിങ് കൂടെ കഴിഞ്ഞാൽ കയറ്റി വിടും അവിടുന്ന്. നമ്മുടെ ഇന്ത്യൻ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് പരുന്തൊന്ന് കൊണ്ടുപോകുമോ? ആടുകളൊക്കെ നിൽക്കുന്നു ബോർഡറിൽ. ആൾക്കാരൊക്കെ അതുവഴിയൊക്കെ നടന്നൊക്കെ വരുന്നുണ്ട്. നോക്കാം അവിടെ ക്രോസിങ് നടന്ന് കയറാൻ പറ്റുമെന്നുള്ളത്. വലിയൊരു ഗ്രൗണ്ടാണേ. ഗ്രൗണ്ടെന്ന് വെച്ചാൽ ഇത് എന്തോ പബ്ലിക് ഗ്യാതറിങ്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരുപാട് പശുക്കള്. അതെ, ഒത്തിരി പശുക്കൾ മേയുന്നുണ്ട്. വലിയൊരു ഗ്രൗണ്ട്. റോഡും ഉണ്ട്, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. വണ്ടി ഇത് സ്ഥിരം ഓടുന്നത് കൊണ്ട് അങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നതാണെന്ന് തോന്നുന്നേ. ബാക്കി മുഴുവൻ കണ്ടോ ഗ്രൗണ്ട് കിടക്കുന്നേക്ക്. വാ, ബിഗ് സ്പേസ്. ഇങ്ങനെയാണ് ആ റോഡ് മാറി മാറി തെളിഞ്ഞു വരുന്നത്. ആ കുഴിയുള്ള റോഡിൽ നിന്ന് വണ്ടി മാറി പോവും. ഹായ്, നമ്മുടെ 4x4 പോകാൻ നല്ല രസം. അപ്പോൾ ഗേസ്, ഇന്നെന്താണ് ഞങ്ങളിവിടെ സിലിഗുരി തന്നെയാണ്. 3:30 ആകുമ്പം ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ ഒരു പരേഡ് നടക്കുന്നുണ്ട്. അത് ഈ സാറ്റർഡേ ആൻഡ് ട്യൂസ്ഡേ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ബോർഡർ കാണാൻ പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഓൺലൈനിലെല്ലാം കാണിക്കുന്നുണ്ട്. ഒള്ളി ഓൺ സാറ്റർഡേ ആൻഡ് ട്യൂസ്ഡേ.
അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇന്നത് കണ്ടിട്ട് പോകാന്ന് ഓർത്ത് കുറച്ചു അതെ. നേരം ഇവിടെ ഹോൾഡ് ചെയ്യുക. ഇപ്പം ലഞ്ചും ഒക്കെ കഴിച്ച് ഒരു 3:30 ആകുമ്പോൾ തിരിച്ച് വീണ്ടും ബോർഡറിലോട്ട് അതെ പോകും. ആ പരേഡ് നിങ്ങളെ കാണിക്കാം. ഫൽഗുരിയിൽ ചെല്ലണം. ആ സ്ഥലത്തിന്റെ പേരാ ഫൽഗുരി ബോർഡർ. അപ്പൊ അങ്ങനെ വന്നപ്പോ തന്നെ ഒരു വലിയ ഗ്രൗണ്ട് കണ്ട് അങ്ങോട്ട് കയറിയതാ. അതെ, നല്ല രസം. അതെ, പശുക്കളൊക്കെ നിൽക്കുന്ന നോക്കിക്കേ, ഒരു മിനി സ്വിറ്റ്സർലൻഡ് ആണല്ലോ. ഈ ഒരുപാട് പശുക്കുട്ടികൾ നോക്കി, അടിപൊളി. വാവ്, കുഞ്ഞുങ്ങള് കോക്കളെ മേയിച്ചും കളിച്ചും. വാവ്, ഈ ഒരു ഹില്ലിന്റെ ഈ ഒരു മൊട്ടക്കുന്നിന്റെ മേളിലോട്ട് വണ്ടി കയറ്റി അങ്ങ് നിർത്താം. അടിപൊളി. ഒരു ഡ്രോൺ എടുക്കുമായിരുന്നു, അടിപൊളിയായിരുന്നു. ഡ്രോൺ ഷൂട്ട് ഓർമ്മ എടുക്കാം. ഇവിടെ എല്ലാം ഉള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കിടക്കുന്നുണ്ടോ, പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ടോ നേരം. എന്തെങ്കിലും ഇവര് വന്ന്, എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഇരിക്കുമെന്ന് തോന്നി. ഇവര് കുടിക്കുന്ന ആ വെള്ളത്തിന്റെ ആ കവറാ അത്. ഇവിടെ നമ്മുടെ ബോട്ടിലല്ലാതെ ചെറിയൊരു പാക്കറ്റിൽ ഇങ്ങനെ വെള്ളം കിട്ടും, നമ്മുടെ ഒക്കെ ആ കവറായി കിടക്കുന്നത്. ഇതുണ്ട് ഈ സ്ഥലം. എവിടെ നോക്കിയാലും പച്ചപ്പരവതാനി ചുറ്റോടി ചുറ്റും. ഇപ്പോൾ ഞങ്ങൾ ഫുൽബാരി എന്ന് പറയുന്ന സ്ഥലമാണ്, അതായത് ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറാണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫൽക്കട്ട, അവിടുന്ന് ഭൂട്ടാൻ അങ്ങനെ പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. ഫൽക്കട്ട ഞങ്ങളുടെ ഭായിമാരൊക്കെ ഉണ്ട്, അവരെല്ലാം പോയി കാണാൻ, അവരുടെ വീട്ടിലൊക്കെ പോകാനാണ്. ഇന്ന് പോകുന്നുണ്ട്. പക്ഷെ ടൈമിങ്ങിന് അത് ഇച്ചിരി മാറിയതിൻ്റെ കാര്യം നമുക്ക് ആക്സിഡൻ്റലി കിട്ടി. ഫോർച്ചുനേറ്റ്ലി ഇന്നിവിടെ പരേഡുണ്ട്, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ പട്ടാള BSFൻ്റെ ഒക്കെ പരേഡുണ്ട്. അപ്പോൾ ആ പരേഡ് കാണാനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു അവസരമാണ്. കറക്റ്റ് ഇന്നൊരു ദിവസമാണ്, ഇന്നും ട്യൂസ്ഡേ ഉണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് വന്ന ദിവസം തന്നെ അതിനുള്ള ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് അത് കവർ ചെയ്തേക്കാന്ന് വെച്ചു. 3:30 മുതലൊരു 4:30, 4:15 വരെയൊക്കെ ഉണ്ട്. അപ്പോൾ നേരിട്ട് കാണുന്ന ഒരു അനുഭവമാണല്ലോ. പിന്നെ ഷൂട്ട് ചെയ്യാം, നിങ്ങളെയൊക്കെ കാണിക്കാം. ഒരുപാട് പരേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. എങ്കിലും ഡയറക്റ്റ് അത് കവർ ചെയ്യുന്നതിൻ്റെ നമ്മുടെ ചാനൽ വഴി കവർ ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഒരു 2 മണിക്കൂറുണ്ട്. അപ്പോൾ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ചെല്ലാമെന്ന് കരുതി വന്നപ്പോൾ കണ്ട ഒരു മൈതാനമാണ്, ഒരു വലിയൊരു ഗ്രൗണ്ട്. ഒട്ടും പൊല്യൂട്ടഡ് ഒന്നുമല്ല, നല്ല കുറച്ച് പ്ലാസ്റ്റിക്കുകളൊക്കെ ആൾക്കാരെല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ പശുക്കളൊക്കെ നിരന്ന് നിന്ന് ഇത് പുല്ല് പെയ്യുന്നു. ഭയങ്കര മനോഹരമായ ഒരു കാഴ്ച. ഒട്ടും കണ്ടാമിനേറ്റഡ് അല്ല, ഒട്ടും ആരും അങ്ങനെ ഒന്നും നശിപ്പിച്ചിട്ടിരിക്കുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വെറുതെ കിടക്കുന്നത്, ഇത്രോ ഏരിയ ഫെൻസ് ചെയ്ത്. ഇത് നല്ല വലിയൊരു സ്റ്റേഡിയത്തിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നല്ല രസമാണ് പശുക്കൾ ഇതിനകത്ത് നിന്ന് മേയുന്നത് കാണാനായിട്ട്. മൊത്തത്തിൽ കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 1000-ന് മേളിൽ പശുക്കൾ കാണും, അതുപോലെയുണ്ട്. അപ്പം ഇതിൻ്റെ ഡ്രോൺ ഷൂട്ട് ഒന്ന് നോക്കാവേ. ഇത് നമ്മുടെ ബീസ്റ്റ്. നമ്മുടെ എഞ്ചിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെയാണ്, വണ്ടി എല്ലാം ക്ലിയർ ആണ് ഇപ്പം, നോ ഇഷ്യൂസ്. അപ്പോൾ ഡ്രോൺ ഷൂട്ട് നമുക്കൊന്ന് നോക്കാവേ. പോകുന്നുണ്ടോ? എന്തേ